കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി. 19th സെഞ്ചുറിയുടെ തുടക്കം വരെ സയൻറ്റിസ്റ്റ് കരുതിക്കൊണ്ടിരുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാൽ പൂർണ്ണമായും ജൈവ സംയുക്തങ്ങൾ ആണ് എന്നാണ്. എന്നാൽ ഫ്രെഡറിക് വോളർ എന്ന സയൻറ്റിസ്റ്റ് തികച്ചും ഇൻഓർഗാനിക് ആയ അമോണിയം സയനേറ്റ് എന്ന കോമ്പൗണ്ട് ഹീറ്റ് ചെയ്ത് ഓർഗാനിക്കായ യൂറിയ നിർമ്മിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തറ്റിക് അഥവാ മാൻമെയ്ഡ് ആണ്. പെട്രോളിയം പ്രോഡക്ട്സ് ആണ് മിക്കവാറും ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സ്രോതസ്. കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇവിടെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങി ഏതാനും മൂലകങ്ങളുമായി കൂടിച്ചേർന്ന് അനേകം സംയുക്തങ്ങൾ തരുന്നു. എന്തുകൊണ്ടാണ് കാർബൺ ഇത്രയേറെ സംയുക്തങ്ങൾ തരുന്നത്? നമുക്കറിയാം, കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. 2, 4 എന്നാണ് കോൺഫിഗറേഷൻ. വാലൻസി 4 ആണ്. അതിനാൽ കാർബണിന് ഒരു സമയം 4 ആറ്റംസുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കും. കാർബണിന് ഒരു സമയം 4 ആറ്റംസുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതിനാൽ കാർബൺ അനേകം കോമ്പൗണ്ട്സ് തരുന്നു. കാർബൺ ആറ്റംസ് പരസ്പരം കമ്പൈൻ ചെയ്തും അതർ ആറ്റംസുമായും കമ്പൈൻ ചെയ്തും ലാർജ് റിങ്സും ലോങ് ചെയിൻസും ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിനെ കാറ്റിനേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. കാർബൺ കാറ്റിനേഷൻ എന്ന പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടും അനേകം സംയുക്തങ്ങൾ തരുന്നു. കാർബണിന് ഒരേ സമയം സിംഗിൾ ബോണ്ട് ഉണ്ടാക്കാനും ഡബിൾ ബോണ്ട് ഉണ്ടാക്കാനും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാനും സാധിക്കുന്നു. അതുകൊണ്ടും കാർബൺ അനേകം സംയുക്തങ്ങൾ തരുന്നുണ്ട്. കാർബൺ കോമ്പൗണ്ട്സ് ഐസോമെറിസം എന്ന പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സിന് ഒരേ മോളിക്കുലർ ഫോമുല, അതേസമയം ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോമുല അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കാം. ഈ 4 പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് കാർബൺ അനേകം കോമ്പൗണ്ട്സ് തരുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകത ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. 5th യൂണിറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു ആൽക്കീൻ, ആൽക്കെയിൻ, ആൽക്കൈൻ അവയിലെ ബോണ്ടിങ്ങിൻ്റെ പ്രത്യേകത. ഉദാഹരണമായി നമുക്ക് ഈഥെയ്ൻ പരിഗണിക്കാം. ഈഥെയ്ൻ C2H6 എന്നാണ് ഫോമുല. ഇവിടെ 2 കാർബൺ ആറ്റംസ് ആണുള്ളത്. ഓരോ കാർബണുമായി 3 ഹൈഡ്രജൻ ആറ്റംസ് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇതൊരു ആൽക്കെയിൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. കാരണം കാർബൺ ആറ്റംസിനിടയ്ക്ക് സിംഗിൾ ബോണ്ട് മാത്രമാണുള്ളത്. ഇവിടെ കാർബൺ ആറ്റം ടെട്രാവാലന്റ് ആണ്. 1s2, 2s2, 2p2 എന്നാണ് കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈഥെയ്നിൽ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അങ്ങനെയുള്ള 2 sp3 ഹൈബ്രിഡ് ആറ്റംസ് ഒരു സിഗ്മ ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ CC ബോണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോണ്ട് അഥവാ ഒരു സിഗ്മ ബോണ്ടാണ്. ദെൻ കാർബൺ ആറ്റംസ് 3 ഹൈഡ്രജൻ ആറ്റംസുമായും സിഗ്മ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്തതായി ആൽക്കീൻ്റെ പ്രത്യേകത നമുക്ക് ശ്രദ്ധിക്കാം. എഥീൻ ഫോമുല C2H4 എന്നാണ്. ഇവിടെ കാർബൺ ആറ്റംസിനിടയ്ക്ക് ഡബിൾ ബോണ്ടാണ് ഉള്ളത്. എഥീനിൽ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ കാർബൺ ആറ്റംസ് തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാകുന്നു. sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് കാർബൺ ആറ്റംസ് തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാകുന്നു. റിമൈനിങ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹൈഡ്രജനുമായി കൂടി ചേർന്ന് സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു.
അങ്ങനത്തെ 2 CH സിഗ്മ ബോണ്ട് ഒരു കാർബൺ ആറ്റത്തിൽ ഉണ്ടായിരിക്കും. ഓരോ കാർബൺ ആറ്റത്തിലും ഒരു വേക്കൻറ്റ് PX ഓർബിറ്റിലുണ്ട്. അവ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വഴി ഒരു പൈ ബോണ്ടും ഉണ്ടാക്കുന്നു. സോ ആൽക്കീനിൽ അഥവാ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിൽ കാർബൺ ആറ്റംസ് തമ്മിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ടാകുന്നുണ്ട്. അടുത്തതായി ആൽക്കൈൻ നമുക്ക് ശ്രദ്ധിക്കാം. ഉദാഹരണമായി ഈഥൈൻ ഫോർമുല C2H2 എന്നാണ്. ഇവിടെ കാർബൺ ആറ്റംസ് തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത്. കാർബൺ ആറ്റം sp ഹൈബ്രിഡൈസേഷൻ ആണ്. ആ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് കൂടി ചേർന്ന് ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ ആറ്റമായി ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നു. ഇവിടെ 2 വേക്കൻറ്റ് PX ആൻഡ് PY ഓർബിറ്റൽസ് ഉണ്ട്. ആ PX ആൻഡ് PY ഓർബിറ്റൽസ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വഴി 2 പൈ ബോണ്ടും റിസൾട്ട് ചെയ്യുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആൽക്കൈൻ ആണെങ്കിൽ, അതായത് കാർബൺ ആറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളത് എങ്കിൽ കാർബൺ ആറ്റം അവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. കാർബൺ ആറ്റംസ് തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട് എങ്കിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടുമാണ് ഉള്ളത്. അവിടെ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബൺ ആറ്റംസ് തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത് എങ്കിൽ അവിടെ കാർബൺ ആറ്റം sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അതായത് കാർബൺ ആറ്റംസ് തമ്മിൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ട്സുമായിരിക്കും ഉള്ളത്. ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഏതാനും പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ പ്രസന്റ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്? തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൽ എത്ര സിഗ്മ ബോണ്ടുകളും പൈ ബോണ്ടുകളുമാണ് ഉള്ളത്? ഫസ്റ്റ് വൺ, CH ട്രിപ്പിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH3. നമുക്ക് ആദ്യം സിഗ്മ ബോണ്ട് C സിംഗിൾ ബോണ്ട് CC ടൈപ്പ് സിഗ്മ ബോണ്ടുകളുടെ എണ്ണം എഴുതാം. കാർബണും കാർബണും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട്, ഈ 2 കാർബൺ തമ്മിൽ രണ്ടാമത്തെ സിംഗിൾ ബോണ്ട്, ഇവിടെ മൂന്നാമത്തെ സിംഗിൾ ബോണ്ട്, നാലാമത്തെ സിംഗിൾ ബോണ്ട്. സോ ഈ കോമ്പൗണ്ടിൽ CC സിംഗിൾ ബോണ്ട് ടൈപ്പ് സിഗ്മ ബോണ്ട് 4 എണ്ണമാണ് ഉള്ളത്. അടുത്തതായി CH സിഗ്മ ബോണ്ടുകളുടെ എണ്ണം നോക്കാം. CH 1, 2, 3, 4, 5, 6 CH സിഗ്മ ബോണ്ടുകൾ 6 എണ്ണമാണ് ഉള്ളത്. അടുത്തതായി പൈ ബോണ്ട്, CC ഡബിൾ ബോണ്ട് ടൈപ്പ് പൈ ബോണ്ട്, ഡബിൾ ബോണ്ട് ടൈപ്പ് പൈ ബോണ്ട് 6 എണ്ണമാണ് ഉള്ളത്. അടുത്തതായി CC ട്രിപ്പിൾ ബോണ്ട് ടൈപ്പ് പൈ ബോണ്ട്, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത്. ആ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടുമാണ് ഉള്ളത്. സോ CC ട്രിപ്പിൾ ബോണ്ട് ടൈപ്പിൽ 2 പൈ ബോണ്ട്സ് ആണ് ഉള്ളത്. സെക്കൻഡ് കോമ്പൗണ്ട് CH2 ഡബിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട്, CH3. ഇതിലെ CC സിംഗിൾ ബോണ്ട് ടൈപ്പ് സിഗ്മ ബോണ്ട് 1, 2, 3 എണ്ണമാണ് ഉള്ളത്. CH സിംഗിൾ ബോണ്ട് ടൈപ്പ് സിഗ്മ ബോണ്ട് 2, 3, 3, 6 എണ്ണമാണ് ഉള്ളത്. അടുത്തതായി പൈ ബോണ്ട്, CC ഡബിൾ ബോണ്ട് ടൈപ്പ് പൈ ബോണ്ട് 2 ഡബിൾ ബോണ്ടാണ് ഉള്ളത്. 2ലും ഓരോ പൈ ബോണ്ട് വീതമുണ്ട്. സോ CC ഡബിൾ ബോണ്ട് ടൈപ്പ് പൈ ബോണ്ട് 2 എണ്ണമാണ് ഉള്ളത്. റൈറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആൻഡ് ഷേപ്പ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൽ കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷനും ഓരോന്നിൻ്റെയും ഷേപ്പും പറയണം. ഫസ്റ്റ് വൺ, H2CO. ഇവിടെ ഈ കോമ്പൗണ്ടിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്.
ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ട് എങ്കിൽ അവിടെ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. സോ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ആണ് ഹൈബ്രിഡൈസേഷൻ എങ്കിൽ അവിടെ ട്രയഗണൽ പ്ലാനാർ ജോമെട്രി ആയിരിക്കും. കോമ്പൗണ്ടിന്റെ ജോമെട്രി ട്രയഗണൽ പ്ലാനാർ ആണ്. സെക്കൻഡ് വൺ CH2F2. CH2F2 എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളതിനാൽ അവിടെ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എങ്കിൽ ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. സെക്കൻഡ് കോമ്പൗണ്ട് ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. തേർഡ് വൺ CH ട്രിപ്പിൾ ബോണ്ട് N. ഇവിടെ കാർബൺ ആറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത്. ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത് എങ്കിൽ അവിടെ കാർബൺ ആറ്റം sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. സോ തേർഡ് വൺ sp ഹൈബ്രിഡൈസേഷൻ ആണ്. sp ഹൈബ്രിഡൈസേഷൻ ആണ് എങ്കിൽ അവിടെ ലീനിയർ ജോമെട്രി ആയിരിക്കും. കോമ്പൗണ്ടിന്റെ ജോമെട്രി ലീനിയർ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്? തന്നിരിക്കുന്ന ഓരോ കോമ്പൗണ്ട്സിലെയും കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ പറയണം. ഫസ്റ്റ് വൺ CH3Cl. നമുക്കറിയാം ഇവിടെ കാർബൺ 4 ആറ്റംസുമായാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. സെക്കൻഡ് കോമ്പൗണ്ട് CH3 2 ടൈംസ് CO എന്നാണ്. നമുക്ക് ഓരോ കാർബൺ ആറ്റംസ് ലേബൽ ചെയ്യാം. ഇറ്റ് ഈസ് ഫസ്റ്റ് കാർബൺ ആറ്റം. ഈ 2 കാർബൺ ആറ്റംസും ഒരുപോലെയാണ്. സോ ഇറ്റ് ഈസ് സെക്കൻഡ് കാർബൺ ആറ്റം. ഇവിടെ CO എന്നാൽ C ഡബിൾ ബോണ്ട് O ആണ്. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഒന്നാമത്തെ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് CH3 ആണ്. മറ്റു കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ രണ്ടാമത്തെ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷനിലായിരിക്കും. തേർഡ് കോമ്പൗണ്ട് CH3CN. 2 കാർബൺ ആറ്റമാണ് ഉള്ളത്. 1 എന്ന് മാർക്ക് ചെയ്ത കാർബൺ ആറ്റത്തിൽ C ട്രിപ്പിൾ ബോണ്ട് N ആണ്. അതിനാൽ ഒന്നാമത്തെ കാർബൺ ആറ്റം sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ CH3 ആണ്. കാർബൺ ആറ്റംസ് 3 ഹൈഡ്രജനും ഒരു കാർബണുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 2 എന്ന് മാർക്ക് ചെയ്ത കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഫോർത്ത് കോമ്പൗണ്ട് HCONH2. ഇവിടെ കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് വഴി ഓക്സിജൻ ആറ്റവുമായും സിംഗിൾ ബോണ്ട് വഴി H ആയും N-മായും ജോയിൻ ചെയ്തിരിക്കുന്നു. ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് അവിടെ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷനിലാണ്. ഫിഫ്ത്ത് കോമ്പൗണ്ട് CH3CH ഡബിൾ ബോണ്ട് CHCN. നമുക്ക് ലേബൽ ചെയ്യാം. ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ. ഫസ്റ്റ് കാർബൺ ആറ്റം C ട്രിപ്പിൾ ബോണ്ട് N ആണ്. അതിനാൽ ഫസ്റ്റ് കാർബൺ ആറ്റം sp ഹൈബ്രിഡൈസേഷനിലാണ്. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതിനാൽ സെക്കൻഡ് കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. തേർഡ് കാർബൺ ആറ്റത്തിലും ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് തേർഡ് കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഫോർത്ത് കാർബൺ ആറ്റം 3 ഹൈഡ്രജനും ഒരു കാർബണുമായാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സോ ഫോർത്ത് കാർബൺ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 3 രീതിയിലാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറൽ ഫോർമുല റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ആദ്യം കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, ദെൻ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് ബോണ്ട് ലൈൻ ഫോർമുല. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിൽ
ഓരോ ആറ്റംസും തമ്മിലുള്ള ആ ബോണ്ട് കൃത്യമായി കാണിക്കുന്നു. അവിടെയുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവയും കാണിക്കുന്ന ആ ഫോമുലയാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോമുല എന്നറിയപ്പെടുന്നത്. നമ്മളത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഈഥെയിൻ നമുക്ക് നോക്കാം. ഈഥെയിനിൽ 2 കാർബണാറ്റമാണ് ഉള്ളത്. കാർബണാറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. കാർബണാറ്റത്തിൻ്റെ വാലൻസി 4 ആണ്. സോ കാർബണിൻ്റെ റിമൈനിങ് വാലൻസീസ് നമ്മൾ കാണിക്കുന്നു. ആ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാനായി ഹൈഡ്രജൻ ആറ്റം ഇടുന്നു. ഇങ്ങനെ ഓരോ കാർബണാറ്റവും ഹൈഡ്രജൻ ആറ്റവും തമ്മിലുള്ള ആ ബോണ്ട് കൃത്യമായി കാണിക്കുന്ന ഫോമുലയാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോമുല എന്ന് പറയുന്നത്. നമുക്ക് ബ്യൂട്ടെയിൻ പരിഗണിക്കാം. ബ്യൂട്ടെയിനിൽ 4 കാർബണാറ്റമാണ് ഉള്ളത്. കാർബണാറ്റംസ് തമ്മിൽ സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. കാർബണിൻ്റെ റിമൈനിങ് വാലൻസീസ് നമ്മൾ ഇടുന്നു. അത് പൂർത്തിയാകാനായി ഹൈഡ്രജൻ ആറ്റംസ് പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ആറ്റംസും തമ്മിലുള്ള ബോണ്ട് വളരെ വിശദമായി കാണിക്കുന്ന ആ ഫോമുലയാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോമുല. നമ്മൾ പലപ്പോഴും ഈ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോമുല ചുരുക്കി എഴുതും. അതായത് കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ആ ബോണ്ട് കാണിക്കാതെ, ഇപ്പോൾ ഇവിടെ സിയും 3 എച്ചും ഉണ്ട്, ആ അത്രയും യൂണിറ്റ് ഒരുമിച്ച് കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്നതിനെയാണ് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോമുല എന്ന് പറയുന്നത്. നമുക്ക് ഈഥെയിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോമുല എഴുതാം. ഇവിടെ CH3 ദെൻ CH3. സോ നമുക്കിതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല എഴുതുകയാണെങ്കിൽ CH3 സിംഗിൾ ബോണ്ട് CH3 എന്നാണ്. അത് പലപ്പോഴും ഷോർട്ടായി CH3 എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. കാർബൺ ആറ്റംസ് തമ്മിലുള്ള സിംഗിൾ ബോണ്ടും റെപ്രസെന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബ്യൂട്ടെയിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല എഴുതുകയാണ് എങ്കിൽ CH3 CH2 CH2 CH3 CH3 CH2 CH2 CH3. നമ്മൾ ഇടയ്ക്കുള്ള ബോണ്ട് കാണിക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് CH3 CH2 CH2 CH3. അതേസമയം ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട് ആണ് എങ്കിൽ അവിടെ ആ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് നിർബന്ധമായും കാണിച്ചിരിക്കണം. ഈ കണ്ടൻസ്ഡ് ഫോമുലയെ നമുക്ക് വീണ്ടും ചുരുക്കി എഴുതാം. ഉദാഹരണമായി ഹെക്സൈൻ്റെ ഫോമുല ശ്രദ്ധിക്കുക. ഹെക്സൈൻ 6 കാർബണാറ്റമാണ് ഉള്ളത്. 1 2 3 4 5 6. വാലൻസീസ് പൂർത്തിയാകാനായി ഹൈഡ്രജൻ ഇടുന്നു. CH3 CH2 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 CH3. ഒന്നുകൂടി ഷോർട്ട് ആക്കുകയാണ് എങ്കിൽ CH3 CH2 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 CH3. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും CH2 ഗ്രൂപ്പ് 4 എണ്ണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ സാധിക്കും. സോ അതിൻ്റെ ഫോമുല CH3 CH2 4 ടൈംസ് CH3. ഇപ്പോൾ എഴുതിയതെല്ലാം കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോമുലയാണ്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവസാനം ബോണ്ട് ലൈൻ ഫോമുല. ഇവിടെ കാർബണോ ഹൈഡ്രജനോ, അതായത് ആ കാർബൺ ചെയിനിൽ ഉൾപ്പെടുന്ന കാർബൺ ആറ്റംസോ അല്ലെങ്കിൽ ഹൈഡ്രജനോ നമ്മൾ കാണിക്കുന്നില്ല. അവയിലെ ബോണ്ട് മാത്രം സിക്സാഗ് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ആ റെപ്രസെന്റേഷനെയാണ് ബോണ്ട് ലൈൻ ഫോമുല എന്ന് പറയുന്നത്. ഉദാഹരണമായി ഹെക്സൈൻ്റെ ബോണ്ട് ലൈൻ ഫോമുല എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഹെക്സൈൻ നമ്മൾ കണ്ടിരുന്നു CH3 CH2 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 CH3 ആണ്. അത് സിക്സാഗ് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്നും ബോണ്ട് ലൈൻ ഫോമുല എഴുതാം. സോ ഇത് സിക്സാഗ് രീതിയിൽ എഴുതുകയാണ് എങ്കിൽ CH3 CH2 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 CH3. ഇനി നമ്മൾ ആ കാർബൺ ആറ്റംസും ഹൈഡ്രജൻ ആറ്റംസും കാണിക്കുന്നില്ല.
സോ ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല ഇങ്ങനെയായിരിക്കും. ഈ രീതിയിൽ വരയ്ക്കുന്നതിനെയാണ് ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ ബോണ്ട് ലൈൻ ഫോർമുല എഴുതുമ്പോൾ അവിടെ എന്തെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ, അതായത് ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്ത് വേറെ ആറ്റമോ ഗ്രൂപ്പോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഫോർമുല കൃത്യമായി എഴുതിയിരിക്കണം. നമുക്ക് 1-2 ഉദാഹരണം കൂടി പരിഗണിക്കാം. ഒരു കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. CH3 CH2 CH CH3 CH2 CH CH3 CH3. ഈ കോമ്പൗണ്ടിന്റെ ബോണ്ട് ലൈൻ ഫോർമുല വരയ്ക്കുന്നതിനായി തന്നിരിക്കുന്ന ആ സ്ട്രക്ചർ സിക്സാഗ് രീതിയിൽ അറേഞ്ച് ചെയ്യുക. നമുക്ക് സിക്സാഗ് രീതിയിൽ അറേഞ്ച് ചെയ്യാം. CH3 CH2 CH, അവിടെ ഒരു CH3 ഉണ്ട്, ദെൻ CH2 CH CH3 CH3. ഇനി നമ്മൾ ആ കാർബണും ഹൈഡ്രജനും അങ്ങ് ഒഴിവാക്കി ആ ബോണ്ട് മാത്രം സിക്സാഗ് രീതി കാണിക്കുന്നു. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെയും ഒരു ബ്രാഞ്ച് ഉണ്ട്. സോ ഓരോ ടെർമിനൽസും CH3 ഗ്രൂപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തതായി ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ഒരു കോമ്പൗണ്ടിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായി പ്രൊപ്പനോൾ എന്ന കോമ്പൗണ്ട്, പ്രൊപ്പനോൾ CH3 CH2 CH2 OH ആണ്. അത് സിക്സാഗ് രീതി കാണിക്കുന്നു. സോ CH3 CH2 CH2 then OH. ബോണ്ട് ലൈൻ ഫോർമുല വരയ്ക്കുമ്പോൾ ആ കാർബണും ഹൈഡ്രജനും മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ, ഫങ്ഷണൽ ഗ്രൂപ്പ് അതേപോലെ നിലനിർത്തുന്നു. സോ ഇതിൻ്റെ ഫോർമുല ഇങ്ങനെയായിരിക്കും. 1, 2, 3 കാർബണാറ്റവും OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പും. സൈക്ലിക് കോമ്പൗണ്ട്സ് അഥവാ റിംഗ് കോമ്പൗണ്ട്സിനെ ബോണ്ട് ലൈൻ ഫോർമുല ഉപയോഗിച്ച് മാത്രമാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളൂ. ഉദാഹരണമായി സൈക്ലോഹെക്സൈൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചറൽ ഫോർമുലയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ സൈക്ലോഹെക്സൈനെ ബോണ്ട് ലൈൻ ഫോർമുല ഉപയോഗിച്ച് മാത്രം റെപ്രസെന്റ് ചെയ്യാം. സോ ആദ്യം ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 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 എന്നാണ്. ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല വരയ്ക്കുകയാണ് എങ്കിൽ ഒരു ഹെക്സഗണൽ ജോമെട്രിയാണ് വരയ്ക്കുന്നത്. സോ സൈക്ലിക് കോമ്പൗണ്ട്സ് ഇങ്ങനെയുള്ള ബോണ്ട് ലൈൻ ഫോർമുല ഉപയോഗിച്ച് മാത്രമാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓർഗാനിക് മോളിക്യൂൾസിനെ 3 ഡയമെൻഷനലായും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമുക്ക് മീഥൈൻ മോളിക്യൂളിനെ എങ്ങനെയാണ് 3 ഡയമെൻഷനലായി റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് മോളിക്യൂൾസിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ പരിചയപ്പെടാം. ഇത് മീഥൈൻ മോളിക്യൂളിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണ്. ഇവിടെ ആറ്റംസിനെ ബോൾ ഉപയോഗിച്ചും അവ തമ്മിലുള്ള ബോണ്ടിനെ സ്റ്റിക്ക് ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്യുന്നു. മീഥൈൻ മോളിക്യൂളിൽ ഒരു കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റവുമാണ് ഉള്ളത്. കാർബൺ ആറ്റം വലുതായതുകൊണ്ട് വലിയ ബോൾ ഉപയോഗിച്ചും ഹൈഡ്രജൻ ആറ്റം ചെറുതായതുകൊണ്ട് ചെറിയ ബോൾ ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്യുന്നു. അവ തമ്മിലുള്ള ആ ബോണ്ട് ചെറിയ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മീഥൈൻ മോളിക്യൂളിനെ എങ്ങനെയാണ് 3 ഡയമെൻഷനലായി സാധാരണ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ മീഥൈൻ മോളിക്യൂളിനെ നമ്മുടെ ബോർഡിലേക്ക് വെക്കുന്നു. വ്യൂവറിന് നേരെയുള്ള ആ ബോണ്ട് അത് തിക്കായ ഒരു വെഡ്ജ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. വ്യൂവറിന് നേരെയുള്ള ആ CH ബോണ്ട് ഒരു തിക്കായ വെഡ്ജ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്
കട്ടി കൂട്ടി ഒരു വെഡ്ജായി നമ്മൾ കാണിക്കുന്നു. ദെൻ ആ ബോർഡിൻ്റെ പ്ലെയിനിലുള്ള രണ്ട് CH ബോണ്ട് സാധാരണ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി വ്യൂവറിൽ നിന്നും അകന്നുള്ളത്, അതായത് ആ ബോർഡിന്റെ ഉള്ളിലേക്കുള്ളത്, അത് ഡാഷ്ഡ് വെഡ്ജ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ബോർഡിന്റെ പ്ലെയിനിലുള്ള ആ രണ്ട് CH ബോണ്ട് നോർമൽ CH ബോണ്ടായി കാണിക്കുന്നു. ഒബ്സർവർക്ക് നേരെയുള്ളത് ഒരു തിക്ക് വെഡ്ജ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അത് ഒബ്സർവറിന് നേരെ വരുന്തോറും അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂടുന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒബ്സർവറിൽ നിന്നും അകന്നുള്ളത് ഡാഷ്ഡ് വെഡ്ജ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഒബ്സർവറിൽ നിന്നും അകന്നു പോകുന്തോറും അതിൻ്റെ ആ സൈസ് കുറച്ചാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് 3 ഡയമെൻഷനലായി ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഫോർമുല റെപ്രസെന്റ് ചെയ്യുന്നത്.